അതിശക്തമായ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അമേരിക്ക ഇസ്രായേലിനോടും അതോടൊപ്പം തന്നെ ഇറാനോടും വലിയൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന ഒരു താക്കീത് നൽകുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചു. അതോടൊപ്പം ഈജിപ്തുമായും തുർക്കിയുമായും സംസാരിച്ചു. ഈ വിഷയത്തിൽ ഇറാനെയും അതേപോലെ തന്നെ ഇസ്രായേലിനെയും ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ G7 രാജ്യങ്ങളുടെ പ്രത്യേക ഉച്ചകോടി ചേർന്ന് വെർച്വൽ ഉച്ചകോടിയിൽ എങ്ങനെയാണ് ഈ യുദ്ധത്തെ തടയാൻ സാധിക്കുക എന്നുള്ള തരത്തിലുള്ള സമ്മർദ്ദവും ശക്തമാക്കി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഇനിയൊരു പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ് 3 മണിക്കൂർ നേരം ഇപ്പോൾ ആക്രമിക്കേണ്ടതുണ്ടോ, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ച നടത്തി. ആ ചർച്ചയിൽ വലിയ തർക്കങ്ങളിലേക്കാണ് പോയത്. ഇപ്പോൾ തന്നെ ആക്രമിക്കണം എന്ന് വാദിച്ച ചില മന്ത്രിമാരുണ്ടായിരുന്നു, തീവ്ര വലതുപക്ഷ മന്ത്രിമാർ. ആ തരത്തിൽ ഇപ്പോൾ ആക്രമിച്ചിട്ടില്ല എങ്കിൽ അത് ഇറാന് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നതിന് സമാനമാണ് എന്നുള്ള പ്രസ്താവനകളടക്കം ആ യുദ്ധ ക്യാബിനറ്റിൽ നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മറുഭാഗത്ത് യൗവ് ഗാലനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഗസ യുദ്ധത്തിൽ നയതന്ത്ര തലത്തിൽ ഇസ്രായേലിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുകയും അതോടൊപ്പം തന്നെ ഗസ യുദ്ധത്തിന് ഈ നിലവിലുള്ള സാഹചര്യം ഡിപ്ലോമാറ്റിക് തലത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ ആക്രമിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അവസരം വരുമ്പോൾ കാത്തുനിന്നുകൊണ്ട് ഇറാനെതിരെ ഇതിനൊരു തിരിച്ചടി തീർച്ചയായും നൽകും എന്നും യുദ്ധ ക്യാബിനറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. മൊസാദിനെയും എല്ലാം അതിനു ചുമതലപ്പെടുത്തി എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.